ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളിലും സർക്കാർ വികസിപ്പിച്ചെടുത്ത മൊബൈൽ സുരക്ഷാ ആപ്ലിക്കേഷനായ സഞ്ചാർ സാഥി ആപ്പ് നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മൊബൈൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന പുതിയ മൊബൈൽ ഫോണുകളിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി പഴയ ഫോണുകളിലും സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെന്നാണ് സർക്കാരിന്റെ പുതിയ നിർദ്ദേശം. ഈ ആപ്പ് ഉപഭോക്താക്കൾക്ക് കാണാനും ഉപയോഗിക്കുവാനും സാധിക്കുന്ന തരത്തിൽ നിലനിർത്തണം. മാത്രമല്ല, ഇത് ഡിലീറ്റ് ചെയ്യുവാനോ പ്രവർത്തനരഹിതമാക്കുവാനോ സാധിക്കുകയുമില്ല. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ 90 ദിവസമാണ് കമ്പനികൾക്ക് നൽകിയിട്ടുള്ള സമയപരിധി. വ്യാജമായതോ പകർത്തിയതോ ആയ IMEI നമ്പറുകൾ പോലുള്ള ടെലികോം സംബന്ധമായ സൈബർ ഭീഷണികൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നീക്കമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. വ്യാജ ഹാൻഡ്സെറ്റുകൾ വാങ്ങുന്നതിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുക, ദുരുപയോഗം റിപ്പോർട്ട് ചെയ്യുന്നത് എളുപ്പമാക്കുക, മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ കണ്ടെത്തുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് ചെയ്യുവാൻ കഴിയുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. കളവ് പോയതോ നഷ്ടപ്പെട്ടതോ ആയ ഫോണുകൾ എല്ലാ നെറ്റ്വർക്കുകളിലും ബ്ലോക്ക് ചെയ്യുവാൻ അപേക്ഷ നൽകാം. ഫോൺ ഒറിജിനലാണോ എന്ന് പരിശോധിക്കുവാൻ IMEI നമ്പർ വഴി ആധികാരികത ഉറപ്പുവരുത്താം. തങ്ങളുടെ ഐഡിയിൽ എത്ര മൊബൈൽ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കാം. സംശയാസ്പദമായ കോളുകളോ സന്ദേശങ്ങളോ റിപ്പോർട്ട് ചെയ്യാം. എന്നാൽ ആപ്പുമായി ബന്ധപ്പെട്ട പ്രധാന ആശങ്ക പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. കോൾ ലോഗുകൾ, സന്ദേശങ്ങൾ, ക്യാമറ അക്സസ്, നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള നിരവധി ഡാറ്റ അക്സസുകൾ ഈ ആപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് സഞ്ചാർ സാഥി മൊബൈൽ ഫോണിന്റെ IMEI നമ്പർ കേന്ദ്ര ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കുന്നത് വഴിയാണ്. ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ ഉപഭോക്താവ് ആപ്പ് വഴി ബ്ലോക്ക് ചെയ്യുവാൻ അപേക്ഷ നൽകുന്നതോടെ IMEI എല്ലാ നെറ്റ്വർക്കുകളിലും നിയന്ത്രിക്കപ്പെടുകയും സിം കാർഡ് മാറ്റിയാലും ഫോൺ ഉപയോഗശൂന്യമാവുകയും ചെയ്യും. കൂടാതെ ഒരു ഉപഭോക്താവിന്റെ പേരിലെടുത്ത അനധികൃത സിം കാർഡുകൾ തിരിച്ചറിയുവാനും ഇത് സഹായിക്കുന്നു. അതേസമയം ആപ്പ് നിർബന്ധമാക്കുകയും ഡിലീറ്റ് ചെയ്യുവാനുള്ള സൗകര്യം ഇല്ലാതാക്കുകയും ചെയ്തതോടെ ഉപഭോക്താക്കൾക്കിടയിൽ സ്വകാര്യതയെക്കുറിച്ചും നിരീക്ഷണത്തെക്കുറിച്ചുമുള്ള വലിയ ആശങ്കകളാണ് ഉയർന്നിട്ടുള്ളത്. സുരക്ഷയുടെ പേരിൽ സർക്കാർ ഉപഭോക്താക്കളുടെ കോളുകൾ, സന്ദേശങ്ങൾ, ലൊക്കേഷൻ എന്നിവ നിരീക്ഷിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത്. ഇത് പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമായും വിലയിരുത്തപ്പെടുന്നു.